ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പം നമ്മുടെ നീലഗിരിയിലെ സ്പെഷ്യലായ ഗ്രീൻ കളർ കൈമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണിക്കുന്നത്. വലിയ ജീരകം പറഞ്ഞാൽ തമിഴ്നാട്ടിൽ സോമ്പ് എന്ന് പറയും. പൊരികടല, പച്ചമുളക്. ഈ ഐറ്റംസിൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല, കാരണം 1 kg അളവുണ്ട് ഇത്. പച്ചമുളക്, ആവശ്യത്തിൽ കൂടുതൽ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, കാരണം ഗ്രീൻ കളർ ആയതുകൊണ്ട് മല്ലിയില അത്യാവശ്യമാണ് കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. ഇതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അതും കൂടി ഇട്ട ശേഷം ഒന്നും കൂടി പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. നീലഗിരി സ്പെഷ്യലായ രസത്തിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് കാണുക കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിലേക്ക് ഈ അരച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് ഇട്ട് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എക്സ്ട്രാ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു, കാരണം മല്ലിയിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് തന്നെ എല്ലാം ഒന്ന് കുഴച്ചെടുക്കുക, കാരണം സ്പൂണിലോ കയ്യിലോ കുഴച്ചെടുത്ത് അതിൻ്റെ മിക്സ് എല്ലാവരും എത്തിപ്പെടില്ല. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. എന്നിട്ട് സ്റ്റൗവിലേക്ക് പാൻ വെച്ച ശേഷം ഓയിൽ ഒഴിക്കുക. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചാൽ മതി. ഞാനിത് വട പോലെയാണ് പൊരിച്ചെടുത്തത്. നിങ്ങൾക്ക് എങ്ങനത്തെ ഷേപ്പാണ് ആവശ്യം അതുപോലെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. ഗ്രീൻ കളർ നീലഗിരി സ്പെഷ്യലായ ബീഫ് കൈമ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല കേട്ടോ. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഫാമിലിയിൽ നിന്നും വന്ന കമൻറ്റാണ് കേട്ടോ ഇത്. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം ഒരുപോലെ ഉള്ളതല്ല, കാരണം കുക്കിംഗ് അല്ലെങ്കിൽ ട്രാവലിംഗ് അല്ലെങ്കിൽ പർച്ചേസിങ് അങ്ങനെ മിക്സ് ചെയ്തിടുന്നത് കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നി. എനിക്കതാണ് ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക, കാരണം ഒരേ ലെവൽ വീഡിയോ ഇടുമ്പോൾ എനിക്കും കൂടി ബോറടിക്കും. നിങ്ങൾക്കും അങ്ങനെയാണെന്ന് എൻ്റെ വിശ്വാസം. ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ വ്ളോഗ്സ് എല്ലാം മിക്സ്ഡ് വ്ളോഗ്സ് ആണെന്ന്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഡിസ്ക്രിപ്ഷൻ പോയി ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നെബ്രാസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് അസ്സലാമു അലൈക്കും.